ചിത്രകലയെ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും ഉണ്ടാവില്ലല്ലേ. ഒരുപാട് പേർക്ക് ചിത്രങ്ങൾ വരച്ച് തുടങ്ങിയാൽ കൊള്ളാമെന്നൊക്കെ ഉണ്ടാകും. അതുപോലെ തന്നെ ചിത്രകല ഇഷ്ടപ്പെടുന്ന കുട്ടികൾ, അവർക്കൊക്കെ ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണ് ഞാൻ ആദ്യം ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഒരു ലാംഗ്വേജൊക്കെ മനസ്സിലാവണമെങ്കിൽ അതിൻ്റെ അക്ഷരങ്ങൾ നമുക്ക് ആദ്യം അറിയണം. അതുപോലെ തന്നെയാണ് ഒരു ചിത്രം ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം ഡ്രോയിങ്ങിൻ്റെ എലമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ എന്തെല്ലാമാണ് എലമെൻറ്റ്സ് ഓഫ് ആർട്ട് എന്ന് നോക്കാം. എലമെൻറ്റ്സ് ഓഫ് ആർട്ട് 7 ടൈപ്സ് ആണ്. അപ്പോൾ ഒന്ന് ലൈന്, ഷേപ്പ്, ഫോം, സ്പേസ്, വാല്യൂ, ടെക്സ്ചർ ആൻഡ് കളർ. അപ്പോൾ ഈ 7 എലമെൻറ്റ്സ് ഓഫ് ആർട്ടിനെ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത്. ഇന്നത്തെ വീഡിയോയിൽ ഈ 7 എലമെൻറ്റ്സ് ഓഫ് ആർട്ടിൽ ഒന്നാമത്തേതായിട്ടുള്ള ലൈന് എന്താണെന്നും അതെങ്ങനെ പ്രാക്ടീസ് ചെയ്യാമെന്നും നമുക്ക് നോക്കാം. ദ ഫസ്റ്റ് എലമെൻറ്റ്സ് ഓഫ് ആർട്ട്, അതായത് ലൈന്, ഒരു പോയിൻ്റ് വരയ്ക്കുക, എന്നിട്ട് ആ പോയിൻറ്റിനെ ഒരു വരയാക്കി മാറ്റാം. അതായത് ഒരു പോയിൻ്റ് നിർത്താതെ കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളതാണ്. ലൈനിൻ്റെ ഡെഫിനിഷൻ എന്താണെന്നുള്ളത് നോക്കാം. ലൈൻ ഈസ് എൻ എലമെൻറ്റ് ഓഫ് ആർട്ട് ഡിഫൈനഡ് ബൈ എ പോയിൻ്റ് മൂവിങ് ഇൻ സ്പേസ്. അതായത് കണ്ടിന്യൂസ് ആയിട്ട് മൂവ് ചെയ്യുന്ന ഒരു പോയിൻ്റാണ് ലൈനായി മാറുന്നത്. ഈ ലൈന് തന്നെ ഇനി പലതരത്തിലുണ്ട്. പ്രധാനപ്പെട്ട ഒരു 5 ടൈപ്സ് ഓഫ് ലൈൻസ് നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തത് ഹൊറിസോണ്ടൽ ലൈൻസ്, രണ്ടാമത് വെർട്ടിക്കൽ ലൈൻസ്, മൂന്നാമത് ഡയാഗണൽ ലൈൻസ്, ഫോർത്ത് സിഗ്സാഗ് ലൈൻസ് ആൻഡ് ഫിഫ്ത്ത് കർവ്ഡ് ലൈൻസ്. ഈ 5 ലൈൻസാണ് പ്രധാനപ്പെട്ട ലൈൻസ് എന്ന് പറയുന്നത്. ഇനി ഇത് നമുക്ക് എങ്ങനെ പ്രാക്ടീസ് ചെയ്യാമെന്നുള്ളത് നോക്കാം. ഓരോന്ന് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് വൺ ഹൊറിസോണ്ടൽ ലൈൻസ്. അത് നേരെ നമ്മളിപ്പോൾ ഇങ്ങനെ തന്നെ ഒരു ലൈന് വരയ്ക്കുന്നത് അതുപോലെ നേരെ വരയ്ക്കുന്ന വരയാണ് ഹൊറിസോണ്ടൽ ലൈൻസ്. ദെൻ വെർട്ടിക്കൽ ലൈൻസ് എന്ന് പറയുന്നത് അതിനോട് വിപരീതമായിട്ട്, അതായത് ഇതുപോലെ താഴോട്ട്. ഇപ്പോൾ ഹൊറിസോണ്ടൽ ലൈൻസിൻ്റെ നേരെ വിപരീതം വെർട്ടിക്കൽ ലൈൻസ്. ഹൊറിസോണ്ടൽ ലൈൻസ് നേരെയാണെങ്കിൽ വെർട്ടിക്കൽ ലൈൻസ് നേരെ താഴോട്ട്. ഓക്കെ. ദെൻ തേർഡ് വൺ ഡയാഗണൽ ലൈൻസ്. ഡയഗണൽ ലൈൻസ് ഇതുപോലെ ചെരിച്ച് വരയ്ക്കാം. ചെരിച്ച് വരയ്ക്കുന്ന ലൈൻസിനാണ് ഡയാഗണൽ ലൈൻസ് എന്ന് പറയുന്നത്. ഇനി ഫോർത്ത് സിഗ്സാഗ് ലൈൻസ്. അത് ഇതുപോലെ ഒരു പാറ്റേൺ പോലെ, അഥവാ ഒരു പിരമിഡ് രൂപത്തിൽ ഒരു പാറ്റേൺ ഷേപ്പിൽ വരയ്ക്കുന്നതിനാണ് സിഗ്സാഗ് ലൈൻ എന്ന് പറയുന്നത്. ദെൻ ഫിഫ്ത്ത് കർവ്ഡ് ലൈൻസ്. ഇതുപോലെ കേർവായിട്ട് ദെൻ അതൊരു സ്മൂത്ത് ആയിരിക്കും. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു പുഴ ഒഴുകി പോകുന്നത് നമ്മളെങ്ങനെയാണ് വരയ്ക്കുക, അതാണ് കർവ്ഡ് ലൈൻസ്. ഒരു കേർവായിട്ട് ഭയങ്കര സ്മൂത്തായിരിക്കും. ഓക്കെ. അപ്പോൾ നമ്മൾ ലൈൻ എന്താണെന്നും പഠിച്ചു, പ്രധാനപ്പെട്ട 5 ലൈൻസ് ഏതൊക്കെയാണെന്നും പഠിച്ചു അല്ലേ. അതൊക്കെ ഇനി പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക എന്നതാണ് നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ പേപ്പറിലൊക്കെ റഫ് പേപ്പറൊക്കെ ഉണ്ടാവും, അതിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, വരച്ച് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഹോറിസോണ്ടൽ ലൈൻസൊക്കെ നമ്മൾ ഫ്രീ ഹാൻഡായിട്ട് വരച്ച് പഠിക്കണം. അപ്പോൾ നേരെ ഒരു വര നമ്മളെങ്ങനെ വളയാതെ വരയ്ക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കണത്. ഇപ്പോൾ ലൈനൊക്കെ നമുക്ക് സിമ്പിളായിട്ട് വരയ്ക്കാമെന്നൊക്കെ നമ്മൾ വിചാരിക്കും, പക്ഷേ അത് നേരെ നമ്മൾ സ്കെയില് ഉപയോഗിക്കാതെ എങ്ങനെ വരയ്ക്കും എന്നുള്ളതാണ് നമ്മുടെ പെർഫെക്ഷൻ അവിടെയാണ് വരുന്നത്. അതിനാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. ഓക്കെ. ദെൻ ബാക്കി എലമെൻറ്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം. അപ്പോൾ ഓക്കെ.